ഒരു ഒന്നൊന്നര റോഡ് പണിയെക്കുറിച്ച് പറയട്ടെ. ഇലക്ട്രിക് പോസ്റ്റ് അത് റോഡിനെ നടുക്ക് ഇങ്ങനെ നിർത്തി ടാറ് ചെയ്തിരിക്കുകയാണ് ഒരു കരാറുകാരൻ. പെരുമ്പാവൂർ കൂവപ്പടിയിലാണ് ഇങ്ങനെ ഒരു കാഴ്ചയുള്ളത്. പോസ്റ്റ് മാറ്റുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിപ്പോൾ പഞ്ചായത്തും KSEBയും തമ്മിൽ ധാരണയിൽ എത്താത്തതും പ്രശ്നമായിട്ടുണ്ട് എന്നും വിവരമുണ്ട്. വാർത്തകളിലും ട്രോളുകളിലും മാത്രം കണ്ടുപരിചയമുള്ള ദൃശ്യം നേരിൽ കണ്ടതിന്റെ കൗതുകത്തിലാണ് കൂവപ്പടി നിവാസികൾ. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ ഐമുറിയെയും കുരുമ്പശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലവങ്കുടി പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോഡിന്റെ ടാറിംഗ് പൂർത്തിയായപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. റോഡിലൊരു ഇലക്ട്രിക് പോസ്റ്റ്, പാതയുടെ ഒത്ത നടുക്കല്ലെങ്കിലും പോസ്റ്റിന് ചുറ്റും ടാറിംഗ് കാണാം. കൂവപ്പടി മുടക്കുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എളുപ്പവഴിയായതിനാൽ ഇതുവഴി വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ ഈ പോസ്റ്റ് ശ്രദ്ധിക്കാതെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ തടഞ്ഞ് ഒരാൾ പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. രാത്രിയാണെങ്കിൽ ഒട്ടും പറ്റില്ല. അത് നമ്മുടെ പോസ്റ്റിലിടിക്കും. ഇപ്പൊ ആ പോസ്റ്റിലിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിഫ്ലക്ടർ വെച്ചിട്ടില്ല, ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട് റിഫ്ലക്ടറിന്റെ കളർ അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വന്ന് എന്തെങ്കിലും അപകടം പറ്റിയാൽ തന്നെ ഇത് എടുത്തുകൊണ്ട് വേണം നമ്മളിവിടെ പരിസരം അതിലായി നമ്മൾ തന്നെ ആയിരിക്കും കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത്തരത്തില് ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഗ്രാമീണ റോഡിന്റെ ടാറിംഗ് ജോലികൾ നടത്തിയതെന്നാണ് ബോധ്യമാകുന്നത്. പോസ്റ്റ് മാറ്റണമെന്ന് KSEBയെ അറിയിച്ചിരുന്നതായി ചില മുൻ പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ടാർ ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും വീഴ്ചയാണെന്നും അവർ ആരോപിച്ചു. പോസ്റ്റ് മാറ്റാൻ കൂവപ്പടി പഞ്ചായത്ത് ചട്ടപ്രകാരം രേഖാമൂലം അപേക്ഷ നൽകി പണമടച്ചതായി കാണുന്നില്ലെന്നാണ് KSEBയുടെ നിലപാട്. വിവാദമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും സബ് എഞ്ചിനീയർ അറിയിച്ചു. എന്തായാലും പാതയിൽ അപകടക്കണിയൊരുക്കുന്ന ഈ പോസ്റ്റ് എത്രയും വേഗം അരികിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഒപ്പം ഈ വിധം ടാർ ചെയ്തതിലെ മര്യാദകേടും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രാഗിനാണ് നമ്മുടെ ഉള്ളത്. രാഗിനി, ഇത് വല്ലാത്തൊരു പണിയല്ലേ കാണിച്ചു വെച്ചേക്കതേ. മിനിമം ഒരു കോമൺ സെൻസ് ഒക്കെ വേണ്ടേ? പോട്ടെ, എന്ത് കാരണം പറഞ്ഞു, ഇനി ഏതൊക്കെ അധികൃതർ തമ്മിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണെന്ന് പറഞ്ഞാലും അബദ്ധമാണെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എത്ര വലിയ അപകടമാണ് ഇതൊക്കെ കൊണ്ടുണ്ടാകുന്നത്. എങ്ങനെ ഇങ്ങനെ ടാർ ചെയ്തിട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് കൂവപ്പടി നിവാസികൾ പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നത്. ഒരു സാമാന്യ യുക്തിയില്ലേ എന്നതാണ് ഇവിടെ പ്രധാന വിഷയമായി ഉയർന്നു വരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ റോഡ് അപകടങ്ങളൊക്കെ ഏറി വരുന്നൊരു സ്ഥിതിവിശേഷമാണ്. പ്രത്യേകിച്ചും ഈ റോഡിൻ്റെ വശങ്ങളിലുള്ള പോസ്റ്റുകൾ അത് തന്നെ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലാണെങ്കിലൊക്കെ പിന്നെ പോയി സ്കിഡ് ചെയ്ത് അവിടെ പോസ്റ്റിലിടിച്ച് അപകടം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റു വാഹനങ്ങളും ഈ പോസ്റ്റിൽ തട്ടി അപകടം ഉണ്ടാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പോസ്റ്റ് റോഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി തന്നെ പരിഹരിച്ചു പോകേണ്ടതായിരുന്നു. നമ്മൾ പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ മുന്നംഗങ്ങളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ KSEBയെ ധരിപ്പിച്ചിരുന്നു എന്നാണ്. KSEB പറയുന്നത് ഇത് കൃത്യമായി രേഖപ്രകാരം നന്നില്ല എന്ന കാര്യം അവർ പറയുന്നു. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടായിരുന്നു, അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും വീഴ്ചയാണെന്ന് ഒരു വിഭാഗം മുൻ കൗൺസിലർമാരടക്കം പറയുന്നു. എന്തായാലും ഇത് അങ്ങനെ തട്ടിക്കളിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. ഇത് കൃത്യമായി തന്നെ പരിഹരിച്ചു പോകേണ്ടതായിട്ടില്ലേ? കാരണം ജനങ്ങളുടെ ഒരു ജീവന് ആ ഒരു സുരക്ഷ ഇതൊക്കെ ഉറപ്പാക്കേണ്ട ബാധ്യത അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. പക്ഷേ അവർ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല. ഇനി ഈ ബന്ധപ്പെട്ട കരാറുകാരനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ചെയ്തതാകട്ടെ ഒരു ജോലി ഏൽപ്പിച്ചു, അത് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് വലിയ ചർച്ചയാകുമെന്നും വാർത്തയാകുമെന്നും ട്രോളാകുമെന്നും ഒക്കെ ഈ ചെയ്തിട്ട് പോകുന്ന ആൾക്ക് സാമാന്യഗതിയിൽ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ അറിയേണ്ടതാണ്. കാരണം ഇതിനു മുൻപും പല ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവുക എന്നതാണ് ഒരു ലൈനായി സ്വീകരിച്ചത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിൽ എത്രയും വേഗം പരിഹാരമാണ് ഇനി ഉണ്ടാകേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാണല്ലോ, അപ്പോൾ അത് മാറി പുതിയ ഭരണസമിതിയൊക്കെ വരുന്ന ആ ഘട്ടത്തിൽ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ലാഗ് ഒരുപക്ഷെ ഈ ഭരണതലത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ പോലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ വലുതാണ്. ഒരുപക്ഷെ റോഡിന് വീതി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ വീതി കൂട്ടിയ സമയത്ത് ഈ പോസ്റ്റ് അകത്തായി പോയതായിരിക്കാം. എന്നാൽ പോലും ഈ പോസ്റ്റിന് ചുറ്റും ടാർ ചെയ്തിട്ട് പോവുക, അതും ഇതുപോലുള്ളൊരു സ്ഥലത്ത് എന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും അങ്ങനെയാണ്. ഇതിപ്പോൾ
എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നാണ് എല്ലാവരുടെയും സംശയം. ഒന്നാമതേ ഓരോ ദിവസവും റോഡ് അപകടങ്ങളെ കുറിച്ച് എത്ര വിവരങ്ങളാണല്ലേ മുന്നിലേക്ക് വരുന്നത്. അതിനിടയ്ക്കാണ് കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഓരോ പണി ഒപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപകടക്കെണി ഒരുക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് യാത്രക്കാർ അതുവഴി യാത്ര ചെയ്തത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടിക്കളിക്കാതെ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. യാത്രക്കാരുടെ ജീവന്റെ പ്രശ്നം കൂടിയാണ്. ശരി രാഗിൻ.